കടപ്പാറയിൽ വെള്ളച്ചാട്ടം കാണാനെത്തിയ 6 യുവാക്കൾ കുടുങ്ങി. വൈകിട്ട് പെയ്ത കനത്ത മഴയിൽ പോത്തൻതോട്ടിൽ വെള്ളം കയറിയതിനെ തുടർന്ന് യുവാക്കൾ അകപ്പെടുകയായിരുന്നു. ഫയർഫോഴ്സും പോലീസും എത്തി രക്ഷാപ്രവർത്തനം തുടരുന്നു. വനത്തിൽ ഉരുൾപൊട്ടി എന്നും സംശയമുണ്ട്. നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകും പാലക്കാട്ടുനിന്ന്. നിഖിൽ, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് വെള്ളം ഇങ്ങനെ കുത്തിയൊഴുകി വരുന്നത്. അതൊരു മലവെള്ളപ്പാച്ചിലിൻ്റെ സ്വഭാവമുള്ള വെള്ള ഒഴുക്കാണ്. ഇതിൻ്റെ ഏതു ഭാഗത്താണ് യുവാക്കൾ പെട്ടിരിക്കുന്നത്? എവിടെയുള്ളവരാണ്? എന്താണ് അവരുടെ അവസ്ഥ? വിജയകുമാർ, പാലക്കാട് നഗരത്തിലടക്കം മഴ നന്നേ കുറവാണെങ്കിലും ഈ ആലത്തൂർ, വടക്കഞ്ചേരി, മംഗൽ ഡാം ആ മേഖലയിലൊക്കെ നല്ല ശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. മംഗൽ ഡാം കടപ്പാറയിലാണ് 6 യുവാക്കൾ കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. കടപ്പാറ ആലിങ്കൽ വെള്ളച്ചാട്ടം കാണാനെത്തിയ യുവാക്കളാണ് കുടുങ്ങിയത്. ഞായറാഴ്ച വൈകുന്നേരം പെയ്ത കനത്ത മഴയിൽ ഈ പോത്തൻതൊട്ടിൽ വെള്ളം കയറിയതിനെ തുടർന്ന് യുവാക്കൾ അകപ്പെടുകയായിരുന്നു. ഫയർഫോഴ്സും പോലീസും എത്തി രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഈ ആലിങ്കൽ വെള്ളച്ചാട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയൊക്കെ നൽകിയിട്ടുണ്ട്. ഒരു വനത്തിന് സമാനമായ ഇടത്തിലൂടെ ചെറിയൊരു അരുവി കടന്നു വേണം ഈ ആലിങ്കൽ വെള്ളച്ചാട്ടത്തിന് അരികിലേക്ക് എത്താൻ. വളരെ നയനമനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. പക്ഷേ ഈ ഇത്തരത്തിലുള്ള ശക്തമായ മഴയുള്ള സമയത്തൊന്നും തന്നെ പോകാൻ പറ്റിയ ഒരു ഇടമല്ല. കാരണം ഈ നല്ല ഒഴുക്കുണ്ടാവുകയാണെങ്കിൽ തിരികെ വരുന്നത് അത് പ്രയാസകരമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും 6 യുവാക്കൾ അവിടെ കുടുങ്ങിയതിൽ ഇനി 2 പേരെ മാത്രമേ തിരികെ എത്തിക്കാനുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫയർഫോഴ്സ് സംഘം ഇതിനോടകം തന്നെ സംഭവ സ്ഥലത്ത് എത്തിച്ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. അവർ സുരക്ഷിതരാണ്. പക്ഷെ അവരെ സുരക്ഷിതമായി ഈ റോഡിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്ന കാര്യം. ഈ മംഗൽ ഡാമിന്റെ മലയോര മേഖലകളിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ തോടുകൾ കരകവിഞ്ഞ് ഒഴുകിയിട്ടുണ്ട്. നമുക്ക് അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഈ കടപ്പാറ, താളികക്കല്ല്, പോത്തൻതോട് മേഖലയിലാണ് കനത്ത മഴ അനുഭവപ്പെടുന്നത്. 2 മണിക്കൂർ തുടർച്ചയായി പെയ്യുന്ന മഴയെ തുടർന്ന് കടപ്പാറത്തോട് കരകവിഞ്ഞ് ഒഴുകുന്നുണ്ട്. പാലം ഇതേ തുടർന്ന് മുങ്ങിയിട്ടുണ്ട്. കടപ്പാറ ആലിങ്കൽ വെള്ളച്ചാട്ടം കാണാനെത്തിയ കുട്ടികളാണ് അവിടെ അകപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഇതിനോടകം തന്നെ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാർത്ഥികളാണോ? കുട്ടികൾ എന്ന് പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, ഇത് വിദ്യാർത്ഥികളാണോ അവിടെ അകപ്പെട്ടിരിക്കുന്നത്? യുവാക്കളാണ് വിജയകുമാർ. അതായത് പ്രായപൂർത്തിയായ ആളുകൾ തന്നെയാണ് ഇവിടെ അകപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും ഇവരിൽ ഇനി 2 പേരെ മാത്രമേ ഇവിടേക്ക് എത്തിക്കാനുള്ളൂ എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അത് അല്പസമയത്തിനകം തന്നെ അവരെ സുരക്ഷിതമായി എത്തിക്കാനാകുമെന്നുള്ളതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യം. ഈ കടപ്പാറത്തോട് കരകവിഞ്ഞതോടെ സമീപ പ്രദേശങ്ങളിലെ കടകളിലും വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇവിടെ നിന്ന് സുരക്ഷിതമായി സാധനങ്ങളൊക്കെ എടുത്തു മാറ്റാൻ ഇതിനോടകം തന്നെ കടയുടമകളൊക്കെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും വെള്ളം ക്രമാതീതമായി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ വനത്തിൽ എവിടെയെങ്കിലും ഉരുൾപൊട്ടിയിട്ടുണ്ടോ എന്നുള്ള സംശയം പ്രദേശവാസികൾ പങ്കുവെക്കുന്നുണ്ട്. ഈ വഴി സൗകര്യമൊക്കെ ഉണ്ടോ അവിടേക്ക്? ഈ ചെറുപ്പക്കാർ അകപ്പെട്ട സ്ഥലത്തേക്ക് എത്താനുള്ള വഴി സൗകര്യം ഒക്കെ ഉണ്ടോ? ഈ രാത്രി ആയതുകൊണ്ട് വെളിച്ചത്തിന്റെ പ്രശ്നമൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ അങ്ങനെ യാത്ര ചെയ്ത് അവിടെ എത്തി അവരെ തിരികെ കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിൽ ഉള്ള വഴി സൗകര്യം, ഗതാഗത സൗകര്യമൊക്കെ ഉണ്ടോ അവിടെ? വിജയകുമാർ, തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ ഒരു മോർണിംഗ് ഷോയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നൽകിയിരുന്നു. ഈ ആലിങ്കൽ വെള്ളച്ചാട്ടത്തെ വളരെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ്, വനഭൂമിയാണ്, അത് അതിക്രമിച്ച് കടക്കാൻ പാടില്ല. വനംവകുപ്പിന്റെ അനുമതിയോടൊക്കെ കൂടി ആളുകൾക്ക് അവിടേക്ക് പ്രവേശിക്കാവുന്നതാണ്. ആ സ്ഥലം റോഡിന് നമ്മൾ വാഹനം നിർത്തി നമുക്ക് നടന്ന്, അതായത് വനത്തിന് സമാനമായ ഒരു മേഖലയിലൂടെ നടന്ന് ഈ ആലിങ്കൽ വെള്ളച്ചാട്ടത്തിന് അരികിൽ എത്താൻ കഴിയും. പക്ഷെ അങ്ങോട്ട് കടക്കുന്ന സ്ഥലത്ത് ഒരു അരുവിയുണ്ട്. നേരത്തെ ഞാൻ അവിടെ പോകുന്ന സമയത്ത് അതൊരു വളരെ ചെറിയൊരു അരുവിയായിരുന്നു. കുറച്ച് വെള്ളം മാത്രം കടന്നു പോകുന്ന തരത്തിലുള്ള ഒരു തോടിന് സമാനമായ ഒരു ജലസ്രോതസ്സായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്വാഭാവികമായിട്ടും മഴ ഇത്രയധികം പെയ്ത സാഹചര്യത്തിൽ അവിടെ വലിയ ഒഴുക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്ക് കടന്നു പോകാൻ കഴിയാത്ത തരത്തിൽ വലിയ ഒഴുക്കുണ്ടാകും. അത് തന്നെയാണ് യുവാക്കൾ അവിടെ കുരുങ്ങിപ്പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത്. അവർക്ക് തിരികെ റോഡ് കാണാൻ കഴിയുന്ന സാഹചര്യമുണ്ട്, പക്ഷേ തിരികെ ഇവിടേക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഫയർഫോഴ്സിന്റെ സഹായം തേടിയതും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇവരെ സുരക്ഷിതമായി ഇപ്പുറത്ത് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നതും. അല്പസമയത്തിനകം മുഴുവൻ പേരെയും 6 പേരാണ് അവിടെ കുടുങ്ങിക്കിടന്നിരുന്നത്. 6 പേരെയും സുരക്ഷിതമായി ഇപ്പുറത്ത് എത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത്. വിജയകുമാർ, പാലക്കാട് മംഗലം ഡാം കടപ്പാറയിലാണ് വെള്ളച്ചാട്ടം കാണാനെത്തിയ 6 യുവാക്കൾ കുടുങ്ങിയത്. അതിൽ 2 പേർ ഇപ്പോഴും അവിടെയുണ്ട്. ബാക്കിയുള്ളവരെ 4 പേരെ സുരക്ഷിതരായി ഇവിടെ എത്തിച്ചിട്ടുണ്ട്. വൈകിട്ട് കനത്ത മഴ പെയ്യുകയും അവിടെ തോട്ടിൽ വെള്ളം നിറയുകയും ചെയ്തു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അങ്ങനെ അവരതിൽ അകപ്പെടുകയായിരുന്നു. ഫയർഫോഴ്സും പോലീസും എത്തി രക്ഷാപ്രവർത്തനം തുടരുകയാണ്. വനത്തിനുള്ളിൽ ഉരുൾപൊട്ടിയിട്ടുണ്ടോ എന്ന സംശയവുമുണ്ട്. നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്ട് നിന്ന്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.